ഇനി പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. UAE, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവന കരാർ റദ്ദാക്കിയ വിധിക്കെതിരെ കേന്ദ്രം സുപ്രീം കോടതിയിൽ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. UAEക്കും കുവൈത്തിനും പുറമെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും പുതിയ കമ്പനികൾക്ക് സേവന കരാർ നൽകിയത് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്ന് പറഞ്ഞായിരുന്നു നടപടി. 1 മാസത്തിനകം പ്രപ്പോസൽ വിളിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. UAEയിൽ അൽ ഹിന്ദിനും കുവൈത്തിൽ ഡു ഡിജിറ്റലിനുമാണ് പുതിയ സേവന കരാർ ലഭിച്ചിരിക്കുന്നത്. ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ഏകീകൃത ദേശീയ ലൈസൻസിംഗ് ചട്ടക്കൂടിന് അംഗീകാരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും നിലവാരം ഉയർത്തുന്നതിനുമായാണ് നടപടി. രാജ്യത്തെ മെയിൻലാൻഡ്, ഫ്രീ സോൺ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സർവകലാശാലകൾക്കും കോളേജുകൾക്കും ഇനി മുതൽ ഏകീകൃത ചട്ടക്കൂട് ബാധകമായിരിക്കും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ചട്ടക്കൂടിന് അംഗീകാരം നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മേഖലയിലെ ഫെഡറൽ ഡിഗ്രി ലോ പ്രകാരമാണ് പുതിയ സംവിധാനം പുറത്തിറക്കിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണം ശക്തിപ്പെടുത്തുക, ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും നടപടികളിലെ ആവർത്തനം ഒഴിവാക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് നടപടി. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതു മുതൽ നിലവിലുള്ളവയുടെ ലൈസൻസ് പുതുക്കൽ വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും പുതിയ നിബന്ധനകൾ ബാധകമാകും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയുള്ള സംയോജനമാണ് ഈ ചട്ടക്കൂടിന്റെ മറ്റൊരു പ്രത്യേകത. സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശവും ഭരണപരമായ തീരുമാനങ്ങളും അക്കാദമിക് തീരുമാനങ്ങളും തമ്മിൽ വ്യക്തമായ വേർതിരിവ് വേണമെന്ന് ചട്ടക്കൂടിൽ നിർദ്ദേശമുണ്ട്. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായി ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ, സാമ്പത്തിക ഗ്യാരണ്ടികൾ, വിദ്യാർത്ഥികളുടെ സംരക്ഷണം എന്നിവയ്ക്കും കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെതർലാൻഡ്സ് കടുത്ത വരൾച്ചയിലേക്കെന്ന് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മുന്നറിയിപ്പ്. രാജ്യത്ത് ഔദ്യോഗികമായി ജലക്ഷാമവും പ്രഖ്യാപിച്ചു. ജലവിതരണത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് നീക്കം. തുടർച്ചയായ കടുത്ത ചൂടിനും ഉയർന്ന താപനിലയ്ക്കും പിന്നാലെ നെതർലാൻഡ്സ് കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്നതായി ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മുന്നറിയിപ്പ്. രാജ്യം 2ാം ഘട്ട ജലക്ഷാമത്തിലേക്ക് കടന്നതായി അടിസ്ഥാന സൗകര്യ വികസന ജല മാനേജ്മെന്റ് മന്ത്രാലയം വ്യക്തമാക്കിയതോടെ ലഭ്യമായ ജലം കാര്യക്ഷമമായി വിതരണം ചെയ്യുന്നതിനുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ നീക്കം തുടങ്ങി. നിലവിലെ സാഹചര്യങ്ങൾ ജനങ്ങളുടെ കുടിവെള്ള ലഭ്യതയെ ബാധിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ജല ഉപഭോഗത്തിൽ കടുത്ത സ്വയം നിയന്ത്രണം പാലിക്കണമെന്നും ജലം പരമാവധി കരുതലോടെ മാത്രം ഉപയോഗിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ജലക്ഷാമം കപ്പൽ ഗതാഗതത്തെയും വ്യവസായ കാർഷിക മേഖലകളെയും സാരമായി ബാധിക്കും. രാജ്യത്തെ നദികളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നതോടെ കപ്പലുകൾ നിയന്ത്രിക്കുന്നതിനും ചരക്കുകൾ പൂർണ്ണതോതിൽ കയറ്റുന്നതിനും തടസ്സം നേരിടുന്നുണ്ട്. നദികളിൽ വെള്ളം കുറഞ്ഞതോടെ വ്യവസായശാലകളിൽ നിന്ന് യന്ത്രങ്ങൾ തണുപ്പിച്ച ശേഷം പുറന്തള്ളുന്ന ചൂടുവെള്ളത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കടുത്ത വരൾച്ച നേരിടുന്ന പല പ്രദേശങ്ങളിലും കൃഷിയിടങ്ങൾ നനയ്ക്കുന്നതിനായി ഉപരിതല ജലം ഉപയോഗിക്കുന്നതിന് കർഷകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.